പിന്നെ ആലോചിക്കുക, കർമ്മത്തിൻ്റെയും ബഹിരംഗ ലോകത്തിൻ്റെയും തലങ്ങൾ എത്ര നിഗൂഢമാണ്. ഈയൊരു ദാർശനിക തലത്തിൽ നിന്നാണ് ഭാരതീയ ദാർശനികന്മാർ പ്രിയത്തിൻ്റെയും അപ്രിയത്തിൻ്റെയും മധ്യബിന്ദുവിലൂടെ, രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും മധ്യബിന്ദുവിലൂടെ, ഋതത്തിൻ്റെയും അനൃതത്തിൻ്റെയും മധ്യബിന്ദുവിലൂടെ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനാചാരത്തിൻ്റെയും മധ്യബിന്ദുക്കളിലൂടെ ഒരു ജീവിതയാത്രയുടെ സാധ്യത ആധ്യാത്മിക ഭൂവിൽ കെട്ടിപ്പടുത്തത്. അതവർ ജീവിച്ചു നോക്കി. ജീവിതരംഗങ്ങളിൽ അവകാശങ്ങൾക്കു പകരം കർത്തവ്യങ്ങളെ പ്രതിഷ്ഠിച്ച് ഓരോ കർത്തവ്യവും തീരുമ്പോൾ തൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ലാഘവം വിപുലമായി അവരനുഭവിച്ചു. ഓരോ അവകാശവും ഭാരമായി അവർക്ക് തോന്നി. ഇന്നും അവകാശവും കർത്തവ്യവും എടുത്താൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ടും ഈ ഭാരത്തോടുള്ള താല്പര്യം എന്തുകൊണ്ടുണ്ടായി? ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ വാങ്ങിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് ഈ അവകാശമില്ല എന്ന് പറയുമ്പോഴുള്ള ഭാരമൊഴിയൽ. റൈറ്റ്, ഇവിടെ ഇതെൻ്റെ കർത്തവ്യമാണ്. അത് ചെയ്തു തീരുമ്പോഴുള്ള ഭാരമൊഴിയൽ. എന്തേ നിങ്ങൾ പഴയവരെ പോലായില്ല? എവിടെയാണ് മാറ്റം വന്നത്? സാഹചര്യങ്ങളിൽ, രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ, സാമാജിക അവബോധത്തിൽ, ദ്രവ്യസഞ്ചയങ്ങളുടെ സ്വഭാവത്തിൽ, അതല്ല മനസ്സിൽ. ദ്രവ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലാണ്, സമൂഹത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലാണ്, നിയമവ്യവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലാണ്, മനസ്സിലാണെങ്കിൽ നിങ്ങൾക്കുള്ളിലാണ്. തിരുത്താൻ എന്തിന് തലയും കുത്തി നിൽക്കണം? മനസ്സൊന്ന് മാറിയാൽ പോരെ. അങ്ങനെയെങ്കിൽ സമൂഹമല്ല, സാമൂഹ്യ വ്യവസ്ഥിതിയല്ല, ദ്രവ്യസഞ്ചയങ്ങളല്ല, പ്രകൃതിയല്ല, മറ്റ് കാരണങ്ങളല്ല, എൻ്റെ മനസ്സു മാത്രമാണ് ഈ മാറ്റത്തിന് കാരണമെങ്കിൽ നിസ്സാരമായൊരു മനമാറ്റം പോരെ ആ വിഭൂതിയിലേക്ക് തിരിച്ചു പോകാൻ. ഏതോ കള്ളനെ പോലെ ആ മനസ്സിലാണ് ഈ മാറ്റം വന്നതെന്ന് അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ പുറത്തെവിടെയോ ആരെയൊക്കെയോ കളിപ്പിക്കുവാൻ പരതുന്നിടത്തല്ലേ എൻ്റെയും നിങ്ങളുടെയും ആധ്യാത്മിക ചക്രവാളം ഇന്നിത്രയും വിഷലിപ്തമായി വീണ് കിടക്കുന്നത്. എൻ്റെ മനസ്സാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ തിരുത്താൻ മനസ്സില്ലാതെ കാരണങ്ങളെ എവിടെയൊക്കെയോ പരതുന്നു. കറുത്ത പിടിയും കറുത്ത തുണിയും കൊണ്ടുണ്ടാക്കിയ കറുത്ത ഇല്ലാത്ത കുട ഇരുട്ടുള്ള മുറിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന വ്യാജേന മുറിക്കുള്ളിൽ തപ്പുന്നവർ, തപ്പുന്നതിൻ്റെ തന്ത്രങ്ങളുമായി ആളുകൾ വരുമ്പോൾ സന്തോഷത്തോടുകൂടി കൂടെ പോകാനും തപ്പാനും പണം ചെലവാക്കാനും എന്നും ഇത് കിട്ടാതിരിക്കാനും ആഗ്രഹിക്കുന്നവർ, തപ്പലിൻ്റെ പരമ്പരകളെ സൃഷ്ടിച്ച് നീങ്ങുന്നവർ, തപ്പുന്ന കൂടെ തപ്പു കൊട്ടുന്നവർ. ഇത് മുഴുവൻ നിസ്സാരമായൊരു മനം മാറ്റത്തിലൂടെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥിരമായി നിൽക്കും. അട്രാക്ഷൻസ് ഒന്നും നമ്മളെ വലിക്കുകയൊന്നുമില്ല. ഒക്കെ വെറുതെ നമുക്ക് തോന്നുക. ഈ അട്രാക്ഷൻസ് ഒന്നും അല്ല നമ്മളെ വലിക്കുന്നത്. ഒരുവൻ കക്കുന്ന ഒരുവനെ നോക്കിയാൽ അവൻ ആ വസ്തുവിനോട് അത്ര പ്രിയമൊന്നും ഉണ്ടായിട്ട് കക്കുന്നതല്ല, അവൻ്റെ സ്വഭാവമായതുകൊണ്ട് കക്കുന്നത്. കട്ട വസ്തു അവൻ അതിനേക്കാൾ നിസ്സാരമായി ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കക്കുന്നത് ആ സാധനത്തിൻ്റെ അട്രാക്ഷനിലൊന്നുമല്ല. പലപ്പോഴും അട്രാക്ഷനിലാണ് എന്ന് സമ്മതിക്കാൻ പറ്റാത്തത് വളരെ മറ്റുള്ളവരുടെ ദൃഷ്ടികോണത്തിൽ വളരെ സൗന്ദര്യമുള്ള ചുറ്റുപാടുകളിൽ വളരെ സുന്ദരിമാരായ ഭാര്യമാരെയൊക്കെ ഇട്ടിട്ടാണ് പലരും. ബാക്കി ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ നിങ്ങൾ ചിരിച്ചു തുടങ്ങി. അത് കാരണം പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് അട്രാക്ഷൻ അല്ല ഇതിൻ്റെ പിന്നിൽ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ സത്യത്തെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പിതാവ്, നിങ്ങളിൽ ഉള്ളിലിരിക്കുന്ന മാതാവ്, നിങ്ങളിൽ ഉള്ളിലിരിക്കുന്ന പുത്രൻ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പുത്രി
നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, അനുദ്യോഗസ്ഥൻ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കസ്റ്റമർ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കച്ചവടക്കാരൻ, ഇങ്ങനെ പ്രതിദ്വന്ദ്വികളായി വരുന്ന എല്ലാത്തിനെയും ഒരേ സമയം മുമ്പിൽ വെച്ച് കർത്തവ്യരംഗത്ത് നിങ്ങൾ എന്ത് കർത്തവ്യത്തെ പുത്രൻ എന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ, ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, അനുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ കർത്തവ്യ കർമ്മത്തെ പ്രതിദ്വന്ദ്വികളുടെ ഭാവങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ ഇത് നീ ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്ന, ഇത് നീ ചെയ്തത് വേണ്ട പോലെയാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്ന, ഇത് ലോകോത്തരമായിട്ടുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്ന അനുഭവങ്ങളെ എടുത്തൊന്ന് അപഗ്രഥിച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നിങ്ങളുടെ ഈ ആഹാര വഴിയിലോടുന്ന ഇന്ദ്രിയങ്ങൾ ഒന്നടങ്ങുകയും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു കൂട് കൂട്ടുകയും ചെയ്യും. ആ കൂട് പൊട്ടുമ്പോൾ നിങ്ങൾ ശലഭങ്ങളുമാവും. തീരെ പറ്റുന്നില്ലെങ്കിൽ വെളിച്ചം കാണിക്കാതെ ഈ തേങ്ങ അകത്തെടുത്തിട്ടാൽ മതി. അതിൻ്റെ തൊണ്ടുമായുള്ള ബന്ധം അത് വിടും. പിന്നെ അത് നട്ടാൽ കിളുക്കില്ല. എൻ്റെ മനസ്സിനെ ബഹിരംഗ യോഗത്തിൻ്റെ പ്രകാശം കാണിക്കുന്നില്ലെങ്കിൽ, എൻ്റെ അന്തരംഗത്തിൻ്റെ അഗാധ നീലിമയിലേക്ക് കടത്തിവിടുന്നുവെങ്കിൽ അതിന് ഈ സ്ഥൂല ശരീരത്തിൻ്റെ തോടുമായുള്ള ബന്ധം മെല്ലെയൊന്ന് വിടും. ആ ചിരട്ടയ്ക്കുള്ളിൽ കിടക്കുമ്പോഴും അതൊന്ന് കുടുങ്ങും. മനസ്സിലായില്ല? വെള്ളം കൊണ്ടല്ല, വെള്ളം വറ്റിയിട്ട്. വെള്ളം കുടുങ്ങുന്നതും വെള്ളം വറ്റി കുടുങ്ങുന്നതും കുടുക്കത്തിൻ്റെ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. പ്രായോഗിക തലത്തിൽ നിങ്ങൾ അല്പനേരം മനസ്സിനെ തിരിക്കാൻ, സ്വകാര്യ ജീവിതം പിന്നെയില്ല. കർമ്മങ്ങൾ കടമകളായി മാത്രം വരുമ്പോൾ, അവകാശങ്ങൾ അറ്റുപോകുമ്പോൾ സ്വകാര്യ ജീവിതം പിന്നെയില്ല.